ഹായ് ഹലോ. ദാ നമ്മുടെ വീട്ടിലേക്ക് കുറച്ച് നല്ല അടിപൊളി മത്തി കിട്ടി കേട്ടോ. ഇതൊന്ന് വെട്ടി നമുക്കൊരു തോരൻ വയ്ക്കാം. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണ്? മത്തിത്തോരൻ സ്പെഷ്യൽ. അതിനായി നല്ല മത്തി വെട്ടാനായിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ്. അത് വെട്ടി തേച്ച് കഴിയണം. മത്തി വെട്ടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വെട്ടിയെടുത്ത് ഇച്ചിരി ഉപ്പിലോട്ടിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പം അതിനുള്ള ആവശ്യത്തിനുള്ള തേങ്ങയാണ് അമ്മ ഇവിടെ എടുക്കുന്നത്. ഈ തേങ്ങയൊക്കെ എടുത്ത് വന്നപ്പോഴത്തേനും ഞാൻ മത്തി വെട്ടി ഇവിടെ കൊണ്ടുവന്നു കേട്ടോ. ആവശ്യത്തിന് തേങ്ങയൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് വെട്ടി തേച്ച് കഴുകണം. ഇത്തിരി വറക്കാനും കൂടെ എടുത്ത് കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ. അപ്പം ആവശ്യത്തിനുള്ള തേങ്ങ, കാന്താരി, ഉപ്പ് കല്ല്, ചെറിയുള്ളി, ഇത്തിരി മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ഇഞ്ചി, ഇത്രയുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ടൊരു മത്തിത്തോരൻ വയ്ക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ അല്പം ഉലുവാപ്പൊടിയും കൂടി ഒരു 2 അല്ലി കുരുമുളകും കൂടെ അരയ്ക്കുകയാണെങ്കിൽ സൂപ്പറാണ്. അതെല്ലാം അരച്ച് ചേർത്തതിൻ്റെ മണ്ടയ്ക്കോട്ട് നമ്മൾ ഇത്തിരി കറിവേപ്പിലയും പുളിയും ഇച്ചിരി മുളക് പൊടി, അതൊന്ന് കളറൊന്ന് ചേഞ്ചായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലേ ഒരുമാതിരി വെളുത്ത് വിളറിയിരിക്കുന്ന പോലെ ഇരിക്കും, അതെനിക്കിഷ്ടമില്ല. അപ്പോൾ സിമ്പിളായിട്ടൊരു മത്തിത്തോരൻ ഇങ്ങനെ വെക്കാൻ പറ്റും. ഇതിനകത്തിലോട്ട് ഇച്ചിരി ഉപ്പ് നമ്മൾ ഉപ്പ് കല്ല് ചേർത്തിട്ടുണ്ടല്ലോ, ഇത് നന്നായിട്ടൊന്ന് ഞെരുവി അതങ്ങോട്ട് ചേർത്ത് അടുപ്പയിലോട്ട് വെച്ച് നന്നായിട്ട് വെന്ത് പറ്റി ഇങ്ങോട്ട് എടുത്താൽ ഉണ്ടല്ലോ നല്ല അടിപൊളി മത്തിത്തോരനാണ്. ഇങ്ങനെ ഒരു മത്തിത്തോരൻ വെച്ചൊന്ന് കഴിച്ച് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് ഒന്നും ഇടരുത്. ഇത് സിമ്പിളായിട്ട്, അതായത് തട്ടിക്കൂട്ട് മത്തിത്തോരൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സിമ്പിളായിട്ട് ഇതിനകത്ത് അധികം സാധനം ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല. ഇതിനകത്ത് കാന്താരിയാണ് കൂടുതലായിട്ട് ചേർത്തിരിക്കുന്നത്. കാന്താരിയുടെ ഫ്ലേവർ അതൊന്നൊന്നര ഫ്ലേവറാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. ആ കാന്താരിയുടെ രുചിയുണ്ടല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഒരു കാന്താരി മത്തി എടുത്ത് കടിക്കുന്ന കൂട്ടത്തിൽ കടിക്കണം, നല്ല സൂപ്പർ ടേസ്റ്റ്. അപ്പം ഗ്യാസേലാണ് ഞാൻ വെച്ചത്. അടുപ്പയിലാണ് വെച്ച്, വിറകടുപ്പേ വെച്ച് വെന്തെടുക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത്. ഞാനിന്ന് ഗ്യാസേ വെച്ചതിൻ്റെ കാരണം എനിക്ക് അടുപ്പ് ഊതി കത്തിക്കാനുള്ള മടി കൊണ്ടാണ് കേട്ടോ. അപ്പം വെന്ത് പറ്റി നല്ല അടിപൊളി മത്തിത്തോരൻ്റെ കൂടെ ഇത്തിരി ചോറും ഇത്തിരി തേങ്ങാ ചമ്മന്തി, ഒരു നാരങ്ങ അച്ചാറും ഉണ്ടെങ്കിൽ ആഹാ, പറയാൻ വഴിയില്ല. അതേ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതുപോലെ ഒന്ന് വെച്ച് നിങ്ങളും എല്ലാവരും ഒന്ന് കൂട്ടി നോക്കണേ. അപ്പോൾ കൂട്ടിയിട്ട്